ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് വിഷു. അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ സംക്രമ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ദോശയാണ്. അപ്പോൾ ദോശയ്ക്ക് ഇന്നൊരു തക്കാളി ചട്നി ആക്കാൻ വിചാരിച്ചിട്ടുണ്ടായിന്. സാധാരണ ഒരു തക്കാളി ചട്നിയാണ്. ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒന്ന് വാട്ടിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിന്. അത് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്ത് എന്നിട്ട് അതിനൊന്ന് കടുകും പൊട്ടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ദോശയും ചമ്മന്തിയെല്ലാം കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി ചോറെല്ലാം വെക്കണം, ചോറും കറിയെല്ലാം വെക്കണം. അപ്പോൾ അടുപ്പിലാണ് നമ്മൾ ചോറ് വെക്കൽ, അവ തന്നെ അടുപ്പിൽ. അപ്പോൾ ഞാൻ ചോറിന് വെള്ളവും വെച്ച് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് കുറച്ച് കൈ കൊണ്ട് അലക്കേണ്ട എൻ്റെ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിന്, അത് മെഷീനിൽ ഇടാൻ കഴിയില്ല. അപ്പോൾ ഇനി നാളെ വിഷുവല്ലേ, അപ്പോൾ എല്ലാം കൂടി കൂട്ടി വെക്കേണ്ട വിചാരിച്ചു. അപ്പോൾ ഞാൻ കയ്യിൽ അലക്കാൻ പറ്റുന്നതിലും കൈ കൊണ്ട് തന്നെ അലക്കിയെടുത്തു. ബാക്കിയും കുറേ ഉണ്ടായിട്ടാ. ബാക്കി കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്, അതെല്ലാം എനിക്ക് മെഷീനിലും ഇടാനുണ്ട്. പിന്നെ ഒരുപാട് പണിയുണ്ട് കേട്ടോ, നാളെ വിഷുവാണ്. അപ്പോൾ വിഷുവിന് ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ അലക്കിയതെല്ലാം ഞാൻ ആറിയിട്ടു. ഇനി മെഷീനിലും ഇടാനുണ്ട്, അതെല്ലാം വിരിക്കണം. പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ അടിച്ച് തുടക്കാനില്ല, ആ പരിപാടിയെല്ലാം ഉണ്ടത്രേ. അപ്പോൾ അതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രസ്സ് ഒരുപാടുണ്ട്. അങ്ങനെ എൻ്റെ ചോറ് വെന്തോ നോക്കിയിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ വാർക്കാൻ അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ അരിപ്പയിൽ കോരിയിടലാന്ന്. അപ്പോൾ ചോറ് മാത്രമേ നമ്മൾ അടുപ്പിൽ വെക്കലില്ല, ബാക്കിയെല്ലാം ഗ്യാസിൽ വെക്കും. ഇപ്പം പിന്നെ അടുപ്പാന്ന് ശരണം. പിന്നെ നാളെ നമ്മൾ വിഷുവിന് നമ്മൾ മലബാർ, പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് സൈഡിലെല്ലാം നമ്മൾ വിഷു ഓണ ദിവസങ്ങളിലെല്ലാം നമ്മൾ നോൺ വെജ് കഴിക്കും കേട്ടോ. പക്ഷേ തെക്കോട്ടൊന്നും അങ്ങോട്ടില്ല. ഞാൻ ഏട്ടൻ്റെ കൂടെ പോയപ്പോൾ കോട്ടേഴ്സിലത്തെ എൻ്റെ അപ്പുറമുള്ള ചേച്ചിമാരെല്ലാം പറയും നമ്മൾ അങ്ങോട്ടൊന്നും ചിക്കനൊന്നും കഴിക്കില്ല, ഇങ്ങനെയില്ല വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് എന്തായിട്ടും വിഷുവിന് ഓണത്തിന് ചിക്കനോ മീനോ ഇല്ലാണ്ട് ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിനി. ഇത് നാളത്തേക്കുള്ള ചിക്കനാണ്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി. പിന്നെ ഇന്നത്തേക്ക് മീനാണ് കേട്ടോ. ഇനി വലിയ നങ്കും പിന്നെ വലിയ പാരയാണ് കേട്ടോ കിട്ടീന്. അപ്പോൾ അതെല്ലാം അമ്മ മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഇന്നലത്തെ കുറച്ച് മത്തി ഉണ്ടായിട്ടാ. അപ്പോൾ അത് മത്തി ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ചീരുപ്പേരിയും പരിപ്പ് കറിയും പിന്നെ ആ പരമീൻ പൊരിച്ചതും പെരക്കുവാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ വിഷു സംക്രമത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത് ഇത്രയെല്ലാമാണ്. അപ്പോൾ അതെല്ലാം കൂട്ടി ചോറ് നല്ലോണം കഴിച്ചു. അപ്പോൾ ഈ ചീര മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, അവർ നാടെ നട്ടുണ്ടാക്കിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് വിളക്കലും കഴുകാനുണ്ടായിന്. അപ്പോൾ ഞാൻ വിളക്കലും കഴുകിയെടുത്തു. നിലവിളക്കും തൂക്കുവിളക്കും മറ്റേ പ്ലേറ്റും എല്ലാം കഴുകാനുണ്ടായിന്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കേണ്ട സാധനം മൈദയെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിന്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെല്ലം പാവാച്ചിട്ട് ആ വെല്ലം പാവാച്ചിട്ടുണ്ടായിന്. പിന്നെ മൈദപ്പൊടി ഉണ്ടായിന്. പിന്നീട് എള്ളുണ്ടായിട്ട്, അല്ലെങ്കിൽ എള്ളും കുറച്ച് മിക്സാക്കി കൊടുക്കലുണ്ട് ഞാൻ ഇടക്കാക്കുമ്പം. ഒരു മൈദപ്പൊടിയിൽ ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ടായിന്. പിന്നെ ആ വെല്ലം ശർക്കര വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കിയിട്ടാണ് പഴംപൊരിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയ സമയത്ത് പഴം വാങ്ങിയിട്ടുണ്ടായിന്, നേന്ത്രപ്പഴം. പക്ഷെ അത്ര നല്ലതല്ല, ചൂടായതുകൊണ്ടാണെന്നും അറിയില്ല, കുറച്ച് മോശം ഉണ്ടായിന്. അപ്പോൾ ഞാൻ പഴംപൊരി ആക്കേണ്ടതെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അമ്മ പറഞ്ഞു ഈത്തപ്പഴത്തിനും കൂടി ഈത്തപ്പഴം പൊരിയും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ പഴംപൊരി ഈത്തപ്പഴം വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിന്. പിന്നെ ചിലപ്പോൾ കാര്യപ്പം ചുടലുണ്ട്, പക്ഷേ ഇപ്രാവശ്യം ഒന്നും കാര്യപ്പൊന്നും ചുട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ വിഷുക്കണിക്ക് കാര്യപ്പം കൂടി വെക്കലുണ്ട് കേട്ടോ, കണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴംപൊരിയും ഈത്തപ്പഴം പൊരിയെല്ലാം പൊരിച്ചിട്ടുണ്ടായിന്. ടേസ്റ്റ് ഉണ്ടായിന്, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ കണി വെക്കേണ്ട സാധനമെല്ലാം ഒന്ന് എടുത്തു വെച്ചു കേട്ടോ. നമ്മളെ കടല, പരിപ്പ്, പയർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഓരോരോ പാത്രത്തിലായിട്ട് നിറച്ച് വെച്ചു. പിന്നെ കണി വെക്കേണ്ട സാധനമെല്ലാം ഞാൻ ഓരോരുത്തരായിട്ട് ഒരുക്കി വെച്ചു. പിന്നെ കണി വെക്കേണ്ട കുറേ സാധനം പറിക്കാനുണ്ടായിന്. ചക്ക, മാങ്ങ, കണിക്കൊന്നപ്പൂ, ചെമ്പകത്തിൻ്റെ പൂ, ഇതെല്ലാം പറിക്കാനുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ഇനി പറിക്കാൻ പോകണം. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെമ്പകപ്പൂവെല്ലാം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിന്. അപ്പോൾ അതെനിക്ക് ഏട്ടൻ അതെല്ലാം പൊട്ടിച്ചു തന്നു. ചുവന്ന ചെമ്പകം ഉണ്ടായിന്, വെള്ള ചെമ്പകവും കൂടി ഉണ്ടാവും കേട്ടോ, അത് കിട്ടിയില്ല. പിന്നെ ചക്ക ഉണ്ടായിന്. ചക്ക നമ്മളെ പ്ലാവിൻ്റെ തന്നെയാണ്. അപ്പോൾ ചക്കയെല്ലാം പറിച്ചു. അപ്പോൾ ചക്കയും എടുത്തു. പിന്നെ മാങ്ങ, കൊല മാങ്ങ കിട്ടിയിട്ടില്ല. അപ്പോൾ ചക്കയും പറിച്ചിട്ട് അച്ഛനും മോളും വരുന്ന വരവാന്ന് നിങ്ങിപ്പോൾ കാണുന്നത്. പിന്നെ കണിക്കൊന്നും നമ്മളെ വീട്ടിലുണ്ടായിട്ടില്ല, അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിന്. പിന്നെ പടക്കം കുറേ വാങ്ങിയിട്ടുണ്ടായിട്ടാ. പിന്നെ ഇത് പച്ചമഞ്ഞളാണ്. അപ്പം പച്ചമഞ്ഞളും കൂടി വെക്കാൻ വിചാരിച്ചു. പിന്നെ കുറേ പഴക്കം വാങ്ങിയിട്ടുണ്ടായിന്. നിമോഷിന് ഭയങ്കര പേടിയാണ് പഴക്കം. പക്ഷെ എന്നാലും കുറച്ച് കമ്പിത്തിരിയും മത്താപ്പൂവും അങ്ങനെയുള്ള നിലച്ചക്കറും പിന്നെ കുറേ മാലപ്പടക്കം വാങ്ങിയിട്ടുണ്ടായിട്ട് ഏട്ടൻ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് മാലപ്പടക്കം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് മാലപ്പടക്കവും കുറേ ഒരു 25 മാലപ്പടക്കം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം നമ്മൾ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ പേര് കടു എന്നാന്നോലും, പക്ഷെ അത് നല്ല രസമുണ്ടായിട്ടോ. പൂക്കുറ്റി പോലെ തന്നെ, പക്ഷെ നല്ല സൗണ്ട് ഉണ്ടായിന്. പിന്നെ കുറേ കളർ കമ്പിത്തിരി മറ്റേ ഇങ്ങനെയുള്ള സ്പാർക്കിൻ്റെ കമ്പിത്തിരി അങ്ങനെ കുറേ കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ടായിന്.
കുറേ പൂക്കുറ്റിയും വാങ്ങിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ നിങ്ങളിൽ നാട്ടിൽ ഇതിനെന്താ പേര് പറയില്ലെന്ന് എനിക്കറിയില്ല. നമ്മളിതിനെ പൂക്കുറ്റി എന്ന് പറയൽ. 2 തരത്തിലുള്ള പൂക്കുറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സൈസിലുള്ളതും ഒരു ചെറിയ സൈസിലുള്ളതും. അപ്പോൾ ഏട്ടൻ 3-4 എണ്ണം ഒരുമിച്ച് വെച്ച് കത്തിച്ചു വിട്ടാൽ അത് നല്ല ഭംഗിയുണ്ട് അതിന് കാണാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ ഒന്ന് കത്തി തീരുമ്പോഴേക്ക് ഉണ്ടാവും അടുത്തത് പോകുന്നത്. അപ്പം നിർത്തുന്നേ ഉണ്ടായില്ല 4-5 എണ്ണം ഒരുമിച്ച് വെച്ചാൽ. അപ്പം ഇപ്രാവശ്യത്തെ വിഷുവിന് പടക്കൽ ഒരുപാട് പൊട്ടിച്ചിന് കേട്ടോ. അങ്ങനെ എല്ലാ പ്രാവശ്യവും നമ്മൾ നാട്ടിലുണ്ടാവില്ല, ഡൽഹിയിലാണ് ഉണ്ടാവില്ല. അപ്പോൾ ഡൽഹിയിൽ നമുക്ക് ഈ വിഷുവിൻ്റെ സമയത്തൊന്നും നമുക്ക് പടക്കം കിട്ടില്ല. അവിടെ ദീപാവലിൻ്റെ സമയത്താണ് ഉണ്ടാവല്. അപ്പം വിഷുവിന് പടക്കം കിട്ടൽ ഭയങ്കര കുറവാണ്. പിന്നെ കുറച്ച് കളറിൻ്റെ കമ്പിത്തിരി വാങ്ങിയിട്ടുണ്ടായിട്ടാ, നല്ല പച്ചയും ചുവപ്പും കളറെല്ലാം ഉള്ളത്. അപ്പോൾ അതെല്ലാം പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ തലേന്ന് അങ്ങ് അടിച്ച് പൊളിച്ചു കേട്ടോ. പിന്നെ രാവിലേക്കൊന്നും പൊട്ടിക്കാൻ അങ്ങനെ വെച്ചില്ല, കാരണം രാവിലെ ഒന്നും ആരും അങ്ങനെ പൊട്ടിക്കില്ല. പിന്നെ നിലച്ചക്രം കത്തിക്കാനിവിടെ നല്ല സിമെൻറ്റിൻ്റെ നില അല്ലാത്തതുകൊണ്ട് പറ്റുന്നുണ്ടായില്ല, ആടെ കുടുങ്ങുന്നുണ്ടായിനി. അതുകൊണ്ട് നിലച്ചക്രം അങ്ങനെയല്ല ഫുള്ള് വാങ്ങിയതൊന്നും കത്തിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും അമ്മയേട്ടനും കൂടി ഇങ്ങനെ പൂക്കുറ്റിയിലും കമ്പിത്തിരി ഇങ്ങനെ കറക്കിയിട്ടാ. പിന്നെ രാത്രി ആകുമ്പോഴേക്ക് കണിയെല്ലാം നിരത്താൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. നിമോഷും അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ടായിനി. അതാണ് ഞാൻ കുറച്ച് ബ്ലേഡ് ആക്കിയിട്ടില്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയ സാധനമെല്ലാം എടുത്ത് ഞാൻ കണി വെച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. മുണ്ട് പുതിയ കോടി മുണ്ടാന്ന് വിരിച്ചിനെങ്കിലും മറ്റേ മുണ്ട് കണി വെക്കാൻ മറന്നുപോയി വേറെ തന്നെ. അത് ഞാൻ മറന്നുപോയി, കാരണം ഞാനങ്ങനെ വെച്ച് ശീലമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായില്ല എന്തെല്ലാം വെക്കണം എന്നാൽ. വിട്ടുപോയതാണ്, ഓർമ്മയുണ്ടായിനി വെക്കണം എന്നില്ലേ, പക്ഷെ പെട്ടെന്ന് വിട്ടുപോയി. അത് സാരമില്ല, ദൈവം ക്ഷമിച്ചോളും. അങ്ങനെ കണിയെല്ലാം ഞാൻ ഒരുക്കി സെറ്റാക്കിയിട്ടാണ് രാത്രി കിടക്കുന്നതിന് മുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.